കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്താണ് സിപിഎമ്മിനെയും എൽഡിഎഫ് സർക്കാരിനെയും ആക്രമിക്കുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ പറഞ്ഞു. സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കടന്നാക്രമണങ്ങളുടെ ഭാഗമായി സിപിഎം നേതാക്കൾക്കെതിരെയും എൽഡിഎഫ് സർക്കാരിനെതിരെയും വ്യാപകമായി നുണ പ്രചരിപ്പിക്കുന്നു. ഇവയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് സിപിഐഎം മുന്നോട്ടു പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ കോൺഗ്രസും ബിജെപിയും ആക്രമിക്കാൻ തുടങ്ങി. RSS, SDPI തുടങ്ങിയ വർഗീയ ശക്തികളും പാർട്ടിക്കെതിരെ ആക്രമണം ഘടിപ്പിച്ചു. ഇവയൊക്കെ അതിജീവിച്ചാണ് സംഘടനാപരമായ അച്ചടക്കത്തോടെയും വൻ ജനപങ്കാളിത്തത്തോടെയും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നത്. അത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ തെളിവാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് നാടിന് ബോധ്യമുണ്ടെന്നും കെ ശൈലജ പറഞ്ഞു. പാലക്കാട് നീലപ്പെട്ടി പിടിച്ചപ്പോൾ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. വർഗീയ ശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള വിജയം ശാശ്വതമല്ലെന്നും കെ ശൈലജ ടീച്ചർ കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മുതലാളിത്തത്തിന് സാധിക്കുന്നുണ്ട്, ഫ്യൂഡലിസത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കുഴപ്പക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയല്ല, അതിൻ്റെ നേതാക്കന്മാർ ശരിയല്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ആക്രമണം വർദ്ധിക്കുകയാണ്. എന്തു വലിയ നുണപ്രചരണങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാകുന്നത്. നമുക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിന്റെ ഭാഗത്തു നിന്ന് പൊതുവായി വലിയ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. ഇവിടെ രക്തസാക്ഷികളെ കുറിച്ച് സൂചിപ്പിച്ചു. മതവർഗീയതക്കെതിരായിട്ട് നാം നിലകൊള്ളുന്നത് കൊണ്ട് RSS പോലുള്ള SDPI പോലുള്ള വർഗീയവാദികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. ഒരുപാട് ഉശിരുള്ള സഖാക്കൾ ഈ നാട്ടിൽ ഏകോദര സഹോദരന്മാരെ പോലെ ജാതി മത വിദ്വേഷമില്ലാതെ ജീവിക്കണമെന്ന് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി മാത്രം വർഗീയവാദികളുടെ കൊലക്കത്തിക്ക് ഭരണാധികാരി വർഗത്തിന്റെ തോക്കിന് ഇരയായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നേരിട്ടുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ മോശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വരുത്താൻ നടത്തുന്ന ഈ കടുത്ത പ്രചരണങ്ങൾക്കിടയിലാണ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത്. എന്നാൽ ആ നുണപ്രചരണങ്ങളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇപ്പോഴിതാ ഏരിയ സമ്മേളനങ്ങൾ വരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ പ്രതീക്ഷയും ആവേശവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി കെ ജയദേവൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഗ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ MLA, പി അരവിന്ദാക്ഷൻ, കെ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ആലുംകുളത്തു നിന്നും 800-ലധികം റെഡ് വളണ്ടിയർമാർ പങ്കെടുത്ത മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങൾ അണിനിരന്ന ബഹുജന പ്രകടനവും നടന്നു. വേദിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ വിപ്ലവ ഗാനങ്ങളും ഉണ്ടായി. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.